അപ്പോൾ ഇന്നലെ ഞാനൊരു ഷോർട്സ് ഇട്ട ടൈമിൽ എൻ്റെ ഇടയ്ക്ക് ഒരാൾ കമൻറ്റിൽ പറഞ്ഞു, പണ്ട് ഏതോ ഒരു ബുക്കിൻ്റെ റിവ്യൂ പറയാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ ആളെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആൾ എൻ്റെ ഇടയ്ക്ക് ചോദിച്ചത് ഔട്ട്കാസ്റ്റിൻ്റെ റിവ്യൂ ആണ്. ഔട്ട്കാസ്റ്റിൻ്റെ റിവ്യൂ തരാൻ വേണ്ടിയിട്ട് ഞാനിത് വായിച്ചു തുടങ്ങി. പക്ഷെ എനിക്ക് തീരെ കണക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഏതോ ഒരു ഭാഗം വിട്ടിട്ട് പിന്നെ അങ്ങോട്ട് വായിച്ചു തുടങ്ങുന്ന മാതിരി എനിക്ക് തോന്നി. അപ്പോഴാണ് ചുമ്മാ ഇങ്ങനെ മറിച്ചു നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത്. ഇതൊരു സീരീസ് ഓഫ് ബുക്കാണ്. 6 ബുക്കുണ്ട്. അതിൽ 3ാമത്തെ ബുക്കാണ് എൻ്റെ കയ്യിലുള്ളത്. വേറെ 2 ബുക്കുണ്ട്. ആ 2 ബുക്ക് വായിക്കാണ്ട് ഈ ബുക്ക് വായിച്ചിട്ട് കഥയില്ലല്ലോ. പിന്നെ ഇത് ഞാൻ ഭയങ്കര തിരക്കിൽ മേടിച്ചതാണ്. അന്ന് ഞാൻ ബുക്ക് ഫെസ്റ്റിന് പോയപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. അതും തിരക്ക് പിടിച്ചിട്ട് എന്താ പറയുക, ലാസ്റ്റ് ടൈമിലാണ് മേടിച്ചത്. എല്ലാ സ്ഥലത്തും കറങ്ങിയിട്ട് ലാസ്റ്റ് ടൈമിലാണ് ഞാൻ ഈ ബുക്ക് മേടിച്ചത്. അതും ഞാൻ ഗുഡ് റീഡ്സിൽ റിവ്യൂ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് 5 എങ്ങാണ്ട് ഉണ്ടായിരുന്നു റേറ്റിംഗ്. അതുകൊണ്ട് മേടിച്ചതാ. അതിലും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതിന് സീരീസ് ആണെന്നൊന്നും. സോ ദാറ്റ് അങ്ങനെ ഞാനത് വിട്ടു. പിന്നെ ഒരു വീഡിയോയിൽ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഐ ആം സോറി. ഇപ്പോൾ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റോറി പറയാനാണ്. സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10th ഞാൻ പഠിക്കുമ്പോൾ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. കഥയുടെ പേര് എനിക്കറിയില്ല, എഴുതിയതാരാന്ന് എനിക്കറിയില്ല, കഥ എനിക്കറിയാം. കഥ എന്താണെന്ന് വെച്ചാൽ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഒരു വീട്ടിലാണുള്ളത്. ഹസ്ബൻഡും വൈഫും ആണ്. ഹസ്ബൻഡിന് വന്നിട്ട് പാടത്താണ് പണി. വൈഫ് വന്നിട്ട് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു ഹോം മേക്കർ. അപ്പോൾ മുത്തശ്ശൻ വന്നിട്ട് പാടത്തുനിന്ന് വിളിക്കുമ്പോൾ മുത്തശ്ശി അങ്ങോട്ട് പോയിരിക്കണം. ഇല്ലെങ്കിൽ വിളി കേട്ടിരിക്കണം. വിളി കേട്ടിട്ടില്ല വെച്ചാൽ മുത്തശ്ശന് ദേഷ്യം പിടിക്കും. 2ാമത്തെ വിളിക്ക് ചീത്ത പറയും. ചീത്ത പറയുമെന്ന് എനിക്കറിയില്ല. ദേഷ്യം പിടിക്കും. അങ്ങനെയായിരുന്നു മുത്തശ്ശൻ. മുത്തശ്ശിക്ക് അത് ഇഷ്ടമായിരുന്നു. മുത്തശ്ശൻ വിളിക്കുമ്പോഴത്തേനും ഓടിച്ചെല്ലാനും പാടത്തേക്ക് വിളിക്കുമ്പോൾ കഞ്ഞിവെള്ളം എടുത്ത് കൊണ്ടുപോകാനും അതിനൊക്കെ മുത്തശ്ശിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് മുത്തശ്ശൻ മരിച്ചുപോയി. മുത്തശ്ശൻ മരിച്ചു പോയിട്ട് മുത്തശ്ശി സങ്കടത്തിലിരിക്കുമ്പോൾ പിള്ളേർ വന്നിട്ട് മുത്തശ്ശിയുടെയും പിള്ളേർ വന്നിട്ട് വിളിക്കുമല്ലോ, വരൂ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം, പിള്ളേരുടെ അടുത്തേക്ക് പോവാം, അവിടെ സ്റ്റേ ചെയ്യാം, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞ ടൈമിൽ മുത്തശ്ശി പറഞ്ഞു, ഇല്ല, ഞാൻ ഇവിടെ തന്നെ വേണം. നിങ്ങളുടെ അച്ഛൻ ഇവിടെ തന്നെയാണുള്ളത്, അതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. പിന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ പാടത്തുനിന്ന് വിളിക്കുന്ന ടൈമിൽ ഞാൻ പോയിട്ടില്ല വെച്ചാൽ അച്ഛന് ദേഷ്യം പിടിക്കും. അതുകൊണ്ട് ഞാൻ അച്ഛൻ വിളിക്കുമ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തന്നെ വേണം. അങ്ങനെ പറഞ്ഞിട്ടൊരു കഥ. അന്ന് ഞാനിത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഓ, ഇങ്ങനെയൊരു ഇഷ്ടം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ. പക്ഷെ ഇപ്പം എനിക്ക് ആ ഒരു ഇഷ്ടം കുഴപ്പമൊന്നുമില്ല. ബട്ട് എനിക്ക് വർക്കാവില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പം അടുത്ത്, അതായത് ഇപ്പം അടുത്ത് ഒരു മാസം പോലും ആയിട്ടില്ല, ഈ മാസം ഫസ്റ്റിൽ ഞാനൊരു കഥ വായിച്ചു. ഒരു ബുക്ക് വായിച്ചു. അശ്വതി ശ്രീകാന്തിൻ്റെ കാളി എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. ഈ ബുക്കിൽ വന്നിട്ട് ഫസ്റ്റ് ഒരു കഥ ഉണ്ട്. ആ കഥ വായിച്ചപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷമായത്. എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ വിളിക്കുന്നവരോടൊക്കെ ഞാൻ ഈ കഥ പറഞ്ഞ് നടക്കുകയാണ്. അത്രയ്ക്ക് സന്തോഷം എനിക്ക് ആ ഫസ്റ്റത്തെ സ്റ്റോറി വായിച്ചപ്പോൾ. അതിലും ഇതേ തീം അത് തന്നെയാണ്. ഒരു മുത്തശ്ശനും മുത്തശ്ശിയും. മുത്തശ്ശൻ മരിച്ചു പോകുന്നു. മുത്തശ്ശീനെ പിള്ളേർ വിളിക്കുന്നു. മുത്തശ്ശി പറയുന്നു, ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ച് ഓക്കെ, പണ്ട് നമ്മൾ പഠിച്ച ആ കഥയായിരിക്കും, അതുമാതിരി റിലേറ്റഡ് ആയിട്ടുള്ള കഥയായിരിക്കും. പക്ഷേ ഇത് വന്നിട്ട് ലിറ്ററലി എന്നെ ഭയങ്കരമായിട്ട്, ഓ, ഇങ്ങനെയും ജീവിക്കാം, ഇങ്ങനെയും ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയും ആലോചിക്കുന്നവരുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുക. അതായത് മുത്തശ്ശി ഫസ്റ്റത്തെ മാറ്റം എവിടെ വരുന്നതെന്ന് വെച്ചാൽ, മുത്തശ്ശി അലാമിൻ്റെ ടൈം മാറ്റി വെച്ചു. 5 മണി 6 മണി എന്തോ ഉണ്ടായിരുന്ന അലാം വന്നിട്ട് മുത്തശ്ശി അത് 7 മണിയാക്കി. അത് ഓക്കെ. പിന്നെ മുത്തശ്ശൻ സെർവൻ്റ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ ഫുഡ്, ദോശ തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ദോശയല്ല, പുട്ടുണ്ടാക്കുമെന്ന്. അതിൽ സെർവൻ്റ് വന്നിട്ട് അന്തം വിട്ട് നിന്ന് പോയത്രേ. ഇവിടെ പുട്ടുകുറ്റിയൊക്കെ ഉണ്ടോ?
അങ്ങനെ ആലോചിച്ചിട്ട്. കാരണം മുത്തശ്ശന് വന്നിട്ട് ദോശ മാത്രമേ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ അന്ന് മുതല് മുത്തശ്ശിയും ഈ ദോശ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശന് വേണ്ടിയിട്ട്. സോ അന്ന് മുത്തശ്ശി പറയാ പുട്ടുണ്ടാക്കിയാൽ മതിയെന്ന്. അതൊരു എന്താ പറയാ, എനിക്ക് ഭയങ്കര സ്വന്തം ജീവിതം ജീവിക്കാൻ തുടങ്ങിയ ഒരു സ്ത്രീനെ അതില് എത്ര അടിപൊളിയായിട്ടാ പറഞ്ഞിട്ടുള്ളതെന്നറിയോ? പിന്നെ അതില് പറയുന്നെ ഒരു ടൈം പീരിയഡിന് ശേഷം മുത്തശ്ശൻ വന്നിട്ട് പയ്യെ പയ്യെ എല്ലാതും എന്താ പറയാ, വെള്ള കളറിലേക്ക് മാറ്റാൻ തുടങ്ങി. വെള്ള കളർ ഡ്രസ്സ്, വെള്ള കളറ് ഷർട്ടും മുണ്ടും എല്ലാം വെള്ള കളറ്. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയും വെള്ള കളർ തന്നെ ആക്കണം. മുത്തശ്ശിക്ക് വേറെ വഴിയില്ല. മുത്തശ്ശിയും ഇടണമെന്ന് മുത്തശ്ശന് നിർബന്ധം. മുത്തശ്ശിയും അങ്ങനെ തന്നെ ആക്കി വെള്ള കളറ്. പിന്നെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം മുത്തശ്ശി ഫസ്റ്റ് ടൈം മക്കളും അല്ലെങ്കിൽ ഹസ്ബൻഡും ഒന്നും ഇല്ലാണ്ട് ടൗണിൽ പോകുന്നുണ്ട്. അവിടെ പോയിട്ട് കളറ് മജന്തയോ എന്തൊക്കെയോ കളറ് ഡ്രസ്സ് സാരി മേടിക്കുന്നുണ്ട്. ഇന്നറിനെ പറ്റി പറയുന്നത്, ഇന്നറിൽ ആള് വന്നിട്ട് എന്താണ് വൈറ്റ്, ക്രീം, ബ്ലാക്ക് ഇത് മൂന്നും അല്ലാണ്ട് വേറെ കളേഴ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ പുതിയ ഇന്നർ വേണം, പുതിയ കളർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കർത്താവേ എന്ത് രസമായിരുന്നെന്നറിയോ? അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെയുണ്ട് മനുഷ്യന്മാര്. ഞാൻ അന്ന് അന്ന് ഞാൻ അങ്ങനെ എന്താ പറയാ, അന്ന് ഞാൻ ഇങ്ങനൊന്നും ആലോചിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല. ഞാനന്ന് ഭയങ്കര എന്താ പറയാ, ഭയങ്കര കൺസർവേറ്റീവ് ആയിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു പണ്ട്. അപ്പൊ എനിക്ക് അത് ഭയങ്കര റൈറ്റ് ആയിട്ട് തോന്നി. ഇങ്ങനെ വേണം അങ്ങനെ. പക്ഷെ ഇന്ന് ഞാൻ ഈ കഥ വായിച്ചപ്പോ ഇത്രയും എന്നെ ഹാപ്പി ആക്കിയിട്ടുള്ള ഒരു കഥ ഞാൻ വായിച്ചിട്ടില്ല. അത്രയ്ക്ക് എന്നെ ഹാപ്പി ആക്കി ആ ഒരു കഥ മാത്രം. ഈ ബുക്കിൽ വന്നിട്ട് 9 കഥകളുണ്ട്. ഷോർട്ട് സ്റ്റോറീസ് ആണ്. അതും 9 സ്ത്രീകളെ കുറിച്ചിട്ട്. അതിലെല്ലാതും എല്ലാത്തിലും എനിക്കിഷ്ടമായിട്ടുണ്ട്. പക്ഷെ ഈ കഥ, ഈ അമ്മച്ചി മൈ ഫേവറേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. സത്യമായിട്ട് എന്ത് രസാന്നറിയോ? അപ്പൊ അങ്ങനെ